ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി. നല്ല മൂട് പറവച്ച. ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ട് നിട്ടിരുന്ന ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോ ഈ വീട്ടിലുള്ളൊരു പെങ്കൊച്ച് അത് കണ്ടിട്ട് പറയുക ഞങ്ങൾ ഇവിടെ വേറെന്തോ കാർ ഒതുക്കിയിട്ട് വേറെന്തോ പരിപാടിയായിരുന്നു. എവിടെ ചെന്നാലും ഒരു വക ആൾക്കാര് എന്തൊക്കെ അറിയണ്ടത്. ഇത് എന്റെ റൈറ്റാ. എന്താ കാര്യം? ഓ ഇതാണോ അപ്പുറത്ത് പൊട്ടിക്കിടക്കുന്ന കക്കൂസ്? വന്ന വഴി കണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ കണ്ടേ? ഇയാൾ എന്താ കണ്ടെന്ന് പറ. ഓ ഭയങ്കര നോട്ടം. വന്ന വഴി കണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ കണ്ടേ? ഇയാൾ എന്താ കണ്ടെന്ന് പറ. ഞാൻ എന്ത് ഈ കണ്ടുകൊണ്ട് കണ്ടതല്ലേ? കണ്ടു. എനിക്ക് എന്നെ കണ്ടില്ല, ഈ സീറ്റിൽ ചേച്ചിയെ കണ്ടു. എന്തായിരുന്നു ഇവിടെ സംഭവം? പറയും. അത് ഉത്തരം പറ. അത് പറങ്ങട്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണ്. അങ്ങനെ അൺഡിഫൈൻ ആയിട്ടുള്ള ഒരു സാധനം ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും എതിരെ പറഞ്ഞ് ഭാര്യ ഭർത്താവ് എന്നുള്ള ആർക്കെതിരെ പറഞ്ഞാലും അതൊരു വിഷയമല്ലേ? അതിനെക്കുറിച്ച് ഈ കുട്ടി ചിന്തിക്കുന്നില്ല. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഇവിടെയായിരുന്നു ഇവള് ഭാര്യയും ഭർത്താവാണെന്നുള്ള അറിഞ്ഞിട്ടില്ല. ആരും ആയിക്കോട്ടെ, മറ്റൊരാളുടെ സ്വകാര്യതയിൽ കയറി എത്തി നോക്കിയിട്ട് പറയുക, നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി, ഏതോ ഒരു പുള്ളിക്കാരനൊക്കെ ഇപ്പൊ വിളിച്ചു കൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാരണത്ത് വേറെ പരിപാടിയായിരുന്നു. അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണമുണ്ട്, മാനമുണ്ട്. ബാക്കി ആർക്കും നാണോ മാനമൊന്നും ഇല്ലേ? പൊതുസ്ഥലത്ത് വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ എന്ന് വെച്ചാ വളരെ മോശമാണ്. പിന്നെ അവരവിടെ ഭാര്യയും ഭർത്താവാണെന്ന് പറഞ്ഞിട്ട് പോലും ഒരു അപ്പോളജി പോലും ഇവര് പറഞ്ഞില്ല. അതല്ല എങ്ങനെ ഒന്ന് തലയൂരും എന്റെ കൃഷ്ണ. കൃത്യമായിട്ടൊന്നും പറയാതിരിക്കുക, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. ഫൈൻ, അവരിങ്ങനെ ഒരു മെഡിക്കൽ കണ്ടീഷൻ കൊണ്ട് നിർത്തിയതാണെന്നും അതൊരു എന്താ പറയുക ഭാര്യ ഭർത്താവ് അങ്ങനെ അറിയുമ്പോഴെങ്കിലും കയ്യിൽ നിന്ന് പോയത് പറയണ്ടേ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. പിന്നെ അവർ പബ്ലിക് റോട്ടിലാണ് അവർ നിൽക്കുന്നത്. പകുതി റോട്ടിലും പകുതി അവരുടെ വീടിന്റെ അരുവിക്കും ചാരിയിട്ടാണ്. അത് അവരെ പ്രോപ്പർട്ടിന്റെ ഉള്ളിക്കല്ല. എൻ്റെ വീടിന്റെ തൊട്ട് സമീപത്തൊരു മരിപ്പുണ്ടായി. അവിടെ ഈ ഭർത്താവാണ് മരിച്ചു കിടക്കണം. ഇയാളുടെ ബോഡിയുടെ അടുത്ത് നിന്ന് ഭാര്യ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് തെരെ ചുംബിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരിങ്ങനെ ഉമ്മ വെക്കുകയാണ്. അതിന് നമ്മൾക്ക് ഇടപെടേണ്ടി വരുമോ? ചുറ്റും ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ ഇടപെടുന്നതിൽ തെറ്റില്ല.